സായി അഞ്ജലി ഭാഗം 14. നീ ഏറ്റവും വിശ്വസിക്കുന്ന ഈ അമ്മൻ കോവിലിൽ വെച്ച് നിന്റെ ഈ പുഞ്ചിരിയിൽ നിന്നും എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഉണ്ടാകില്ലേ? ഫോർ എവർ ടുഗെദർ. ഞാൻ വിശ്വസിച്ചോട്ടെ? ഒരു പുഞ്ചിരിയോടെ അതെ എന്ന അർത്ഥത്തിൽ അഞ്ജലി തലയാട്ടി. ആ നിമിഷം സായിക്ക് ലോകം മുഴുവൻ സ്തംഭിച്ചതുപോലെ തോന്നി. 1000 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ചതുപോലെ സായിയുടെ മുഖം പ്രകാശിച്ചു. സായിക്ക് സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടാതെയായി. അഞ്ജലിയുടെ കണ്ണുകളിലേക്ക് തന്നെ അവൻ നോക്കി നിന്നു. അപ്പോൾ അവർക്ക് ചുറ്റും 1000 പനിനീർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ സായിക്ക് തോന്നി. സായിയുടെ പ്രണയാർദ്രമായ നോട്ടത്തിൽ അഞ്ജലിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവർക്ക് പരസ്പരം വാക്കുകൾ കിട്ടാതെയായി. പെട്ടെന്ന് സായി അവളുടെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട്, ശരി അഞ്ജലി, ഞാനെന്നാൽ പൊയ്ക്കോട്ടെ, നമുക്ക് പിന്നെ കാണാം. സായി എങ്ങനെയൊക്കെയോ വാക്കുകൾ മുഴുമിപ്പിച്ചു. നാണത്തോടെ അഞ്ജലി തലയാട്ടി. മനസ്സിലെ സന്തോഷം അഞ്ജലിയുടെ മുഖത്ത് പ്രകടമായി. സായിയെ നോക്കി അഞ്ജലി പുഞ്ചിരിച്ചു. സായി പോകാൻ തിരിഞ്ഞു. അപ്പോൾ ആ അമ്പലത്തിലേക്ക് പൂമാലകൾ തൂക്കി തേര് കൊണ്ടുവരുന്നത് കണ്ട്, സായ്, ഈ അമ്പലത്തിലേക്കുള്ള തേരാണ്. ആ തേര് അമ്പലത്തിലേക്ക് കയറിയിട്ട് പോയാൽ പോരെ? അഞ്ജലി ചോദിച്ചു. ഓക്കെ. അവർ രണ്ടുപേരും ആ തേര് വരുന്നത് നോക്കി നിന്നു. അഞ്ജലിക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്നലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നേരെ കടയിലേക്കാണോ അതോ വീട്ടിലേക്കോ? വീട്ടിലേക്ക്. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് തേരെത്തി. അഞ്ജലിയും സായും ആ തേരിലേക്ക് നോക്കി തൊഴുതു നിന്നു. പെട്ടെന്ന് ആ തേര് ഒരു ചെറിയ കുഴിയിൽ ചാടി. അതിൽ നിന്നും വലിയൊരു പൂമാല അടർന്ന് താഴേക്ക് വീണു. സായും അഞ്ജലിയും പെട്ടെന്ന് ഞെട്ടി. ആ പൂമാല വന്ന് വീണത് അവരുടെ കഴുത്തിലായിരുന്നു. സായും അഞ്ജലിയും പരസ്പരം ഞെട്ടലോടെ നോക്കി. മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ആ രംഗം കണ്ടുനിന്ന ഒരു ഭിക്ഷക്കാരി അവരുടെ അടുത്ത് വന്ന്, നിങ്ങളുടെ മേലെ ഈ ദേവിയുടെ അനുഗ്രഹമുണ്ട്. ആ ദേവിയിൽ ചാർത്താനിരുന്ന പൂമാലയിൽ നിന്നാണ് ഒരെണ്ണം നിങ്ങളുടെ കഴുത്തിൽ വന്ന് വീണത്. ഇതൊരു ദൈവനിശ്ചയമാണ്. നിങ്ങൾ ഈ ജന്മത്തിൽ ഒരുമിക്കേണ്ടവരാണെന്നാണ് ദേവി പറയുന്നത് എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നും നടന്നുപോയി. സായും അഞ്ജലിയും അതിശയത്തോടെ പരസ്പരം നോക്കിക്കൊണ്ട് കഴുത്തിൽ നിന്നും ആ പൂമാല എടുത്തു. അഞ്ജലി ആ പൂമാല ആ തേരിൽ തിരിച്ചു വെച്ചു. കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. അഞ്ജലി, ഞാനെന്നാൽ പൊയ്ക്കോട്ടെ? സന്തോഷത്തോടെ സായ് ചോദിച്ചു. സായ് പോകുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ അഞ്ജലി നോക്കി നിന്നു. വീടെത്തിയ സായിയെ കണ്ടതും അവർ എല്ലാവരും ആകാംക്ഷയോടെ സായിയുടെ അടുത്തേക്ക് വന്നു. മോനെ, അഞ്ജലി എന്തു പറഞ്ഞു? സുമലത ചോദിച്ചു. സായിയുടെ മുഖത്തെ സന്തോഷം കണ്ട്, അമ്മ, ഏട്ടൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ കാര്യമെല്ലാം ഓക്കെ ആണെന്നാ തോന്നുന്നത്. അല്ലേ ഏട്ടാ? മഹിമ ചോദിച്ചു. യെസ്, സായ് ഒരൽപ്പം നാണത്തോടെ പറഞ്ഞു. അത് കേട്ടതും സുമലതയും അച്ഛനും ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അയ്യോടാ, ചെക്കൻ്റെ ഒരു നാണം കണ്ടില്ലേ? മഹിമ സായിയെ കളിയാക്കി. സായിയുടെ മുഖത്തെ നാണം കണ്ട് അവർ സായിനെ നോക്കി ചിരിച്ചു. അമ്മ, അച്ഛൻ എവിടെ? സായ് ചോദിച്ചു. അച്ഛൻ എഞ്ചിനീയറിനെ കാണാൻ പോയിരിക്കുന്നു. അഞ്ജലി പറഞ്ഞ കാര്യങ്ങളും അമ്പലത്തിൽ സംഭവിച്ചതും സായ് അവരോട് പറഞ്ഞു. ഈശ്വര, എന്തൊരു അത്ഭുതമാണ്! എല്ലാം ആ ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ ഒന്നിക്കേണ്ടത് ദൈവനിശ്ചയം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അച്ഛമ്മ അത്ഭുതത്തോടെ പറഞ്ഞു. അതെ അമ്മ, അവൻ്റെ മനസ്സിലെ നന്മ അത് ദൈവങ്ങൾ കാണാതിരിക്കുമോ? സുമലത പറഞ്ഞു. സായ്, നീ പോയി അച്ഛനോട് കാര്യങ്ങൾ പറയൂ. നമുക്കെല്ലാവർക്കും ഇന്ന് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ പോകണം. സന്തോഷകരമായ കാര്യങ്ങൾ ഒന്നും വൈകിക്കാൻ പാടില്ല, അല്ലേ അമ്മ? സുമലത ആവേശത്തോടെ പറഞ്ഞു. അമ്മ, ഇന്ന് തന്നെ പോകണോ? നിങ്ങൾക്കവളെ ഞാൻ കാണിച്ചു തന്നാൽ പോരെ? സായ് ചോദിച്ചു. അതല്ല മോനെ, സുമലത പറഞ്ഞതാണ് ശരി. നീ വേഗം പോയി മുരളിയെ കൂട്ടിയിട്ട് വായോ, അച്ഛമ്മ പറഞ്ഞു. സായ് അച്ഛനെ കാണാൻ പോയതും, ഏട്ടന് എന്തൊരു സന്തോഷമാണല്ലേ അമ്മ. എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഏട്ടൻ്റെ ഇഷ്ടം അംഗീകരിക്കുമോ എന്നോർത്ത്. മോളെ, സായ് എന്ത് ഇഷ്ടം പറഞ്ഞാലും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉണ്ടാവൂ. നമ്മുടെ ഈ കുടുംബം ഈ നിലയിലെത്താൻ നിൻ്റെ ഏട്ടൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയുമോ? അവൻ പൂനെയിൽ നിന്നും പഠിത്തം നിർത്തി തിരിച്ചു വരാൻ ഞാൻ പറഞ്ഞപ്പോൾ
മറുത്ത് ഒരു വാക്കുപോലും പറയാതെ അവൻ്റെ ആഗ്രഹങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് തിരിച്ചു വന്നു. കളിച്ചും പഠിച്ചും രസിച്ചും നടക്കേണ്ട കാലത്ത് ഞാൻ അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തത് കോടികളുടെ കടമാണ്. ബിസിനസ്സിൻ്റെ ABCD അറിയാത്തവൻ അതിൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഈ നിലയിൽ നമ്മളെ എല്ലാവരെയും എത്തിച്ചത് അവൻ്റെ ഒരാളുടെ പ്രയത്നമാണ്. അതിലവൻ്റെ പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത്. അവൻ്റെ ഇഷ്ടം അത് നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? അവൻ്റെ എന്ത് സന്തോഷമായിക്കോട്ടെ, അത് ചെറുതാണെങ്കിൽ പോലും അത് ഞങ്ങൾക്കൊരു ആഘോഷമാണ്. സുമലത വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു. സുമലത പറഞ്ഞത് കേട്ട് അച്ചമ്മയുടെയും മഹിയുടെയും കണ്ണുകൾ നിറഞ്ഞു. ദേവിയെ തൊഴുത ശേഷം അഞ്ജലി വീട്ടിലേക്ക് പോയി. അഞ്ജലിയെ കണ്ടതും അച്ഛൻ ഓടി വന്നു. മോളെ, സായിയെ കണ്ടോ? മോൾ എന്ത് തീരുമാനമെടുത്തു? അച്ഛന് കുറച്ച് ഭയമുള്ളതുപോലെ ഉണ്ടല്ലോ, അഞ്ജലി കുസൃതിയോടെ ചോദിച്ചു. അച്ഛന് ഭയമോ? എൻ്റെ മോളുടെ കാര്യത്തിൽ അച്ഛന് ഒരു ഭയവുമില്ല. നീ എന്ത് തീരുമാനമെടുത്താലും അത് ശരിയായിരിക്കുമെന്ന് അച്ഛന് ഉറപ്പുണ്ട്. മോളുടെ മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോൾ ശുഭകരമായ എന്തോ കാര്യം സംഭവിച്ചതുപോലെ ഉണ്ടല്ലോ, സംശയത്തോടെ അച്ഛൻ പറഞ്ഞു. നീ എത്തിയോ? എന്താണ് അച്ഛനും മകളും കൂടി ഒരു സ്വകാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ജലിയുടെ അമ്മ അവിടേക്ക് വന്നു. അമ്മയോട് ഇനി പറയാല്ലേ അച്ഛാ, അഞ്ജലി കള്ളച്ചിരിയോടെ പറഞ്ഞു. നീ അവിടെ പോയിട്ട് എന്തുണ്ടായെന്ന് പറ ആദ്യം. അയ്യടാ, ആദ്യം സായിയെക്കുറിച്ച് അമ്മയോട് പറയട്ടെ. സായിയോ? അതാരാണ്? അമ്മ ചോദിച്ചു. സായിയെ കാണാൻ അഞ്ജലി അമ്പലത്തിലേക്ക് പോയ വിവരം പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും അമ്പലത്തിലേക്ക് കാണാൻ വരാൻ പറയുകയാണോ ചെയ്യുക? നിങ്ങളാണ് ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഇതാണ് കാര്യം മുഴുവൻ കേൾക്കാതെ നീ അവളെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് അവളോട് പറഞ്ഞത് നിന്നോടൊന്നും ഇപ്പോൾ പറയണ്ട എന്ന്. തെറ്റും ശരിയൊക്കെ അവൾക്ക് മനസ്സിലാകും. അവൾ സ്വയം ചിന്തിച്ചൊരു തീരുമാനമെടുക്കട്ടെ എന്ന് ഞാനും കരുതി, അച്ഛൻ പറഞ്ഞു. സായി ആരാണെന്നും എന്താണെന്നും അഞ്ജലി സായിയെ കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും അഞ്ജലി അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഇന്ന് കണ്ടിട്ട് എന്ത് തീരുമാനിച്ചു മോളെ നീ? അമ്മ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും പറ, ഞാൻ എന്ത് തീരുമാനമായിരിക്കും എടുത്തിട്ടുണ്ടാവുക? വളരെ ആലോചിച്ചിട്ടേ നീ ഒരു തീരുമാനം എടുക്കൂ എന്ന് അച്ഛന് ഉറപ്പുണ്ട്. നീ എന്ത് തീരുമാനമെടുത്താലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എനിക്കതാണ് ശരി, അച്ഛൻ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. എങ്കിൽ അച്ഛ, അമ്മ, ഞാൻ സായിയുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ സായിയോട് ഞാൻ യെസ് പറഞ്ഞു. മോളെ, അവരൊക്കെ വലിയ ആൾക്കാരാണ്. സമ്പത്ത് കൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവർ. അവന് നിന്നോട് ശരിക്കും ഇഷ്ടം തന്നെയാണോ, അതോ അവരുടെ വെറും കളിതമാശയോ? കാര്യം കഴിയുമ്പോൾ അവരുടെ മുഖം മാറും. അതല്ല, അവന് നിന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ നീ അവരുടെ കുടുംബത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നീ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നും പോകുന്നവളാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബം നിന്റെ അഭിപ്രായങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകുമോ? അവർ ഒരു വേലക്കാരിയെ പോലെയല്ലേ നിന്നെ കാണുക, അമ്മ ഭീതിയോടെ പറഞ്ഞു. അമ്മ, സായി നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. അമ്മ കരുതുന്നത് പോലെയുള്ള ഭയമൊന്നും സായിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല. അതുമല്ല, നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ദേവിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശുഭസൂചനയായിട്ടല്ലേ കാണേണ്ടത്? നീ കരുതുന്ന പോലെയൊന്നും ഉണ്ടാകില്ല. നമ്മുടെ മോളെ നിനക്ക് അറിയില്ലേ? അവൾ എടുത്ത ഒരു തീരുമാനവും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഇനി അഥവാ തെറ്റിയാൽ തന്നെ അതിൽ തോറ്റുപോകാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്ക് നന്നായി അറിയാം, അല്ലേ മോളെ? അതെ അച്ഛാ, അമ്മ ഭയപ്പെടാതെ ഇരിക്കൂ, അഞ്ജലി അമ്മയെ സമാധാനപ്പെടുത്തി. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. നമ്മുടെ മകളുടെ ഭാവിയാണ്. നന്നായിട്ട് അറിയാലോ അപ്പുറത്തെ വീട്ടിലെ ഷീബയുടെ കാര്യം. വലിയ പണക്കാരുടെ ബന്ധം കിട്ടിയപ്പോൾ ഒരുത്തിയെങ്കിലും രക്ഷപ്പെടുമെന്ന സന്തോഷത്തിലായിരുന്നില്ലേ? എന്നിട്ട് എന്തായി? ആ വീട്ടിലെ പണിക്കാരിക്ക് ഇതിനേക്കാളും വിലയുണ്ടാകും. കണ്ണീരല്ലാതെ ആ കുട്ടിക്ക് എന്താണ് കിട്ടിയത്? അതുകൊണ്ട് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. നമുക്ക് നമ്മുടെ തരത്തിലുള്ള ഒരു ബന്ധം മതി. അതാകുമ്പോൾ നമ്മളെ അവർക്കും മനസ്സിലാകും, അവർക്ക് നമ്മളെയും മനസ്സിലാകും. വലിയ ബന്ധം കണ്ട് എൻ്റെ മകൾ സ്വപ്നം കാണേണ്ട. അത് നമുക്ക് വേദനയേ ഉണ്ടാകൂ. ആദ്യമൊക്കെ നിറമുള്ള ചിത്രങ്ങളായിരിക്കും, പിന്നെ ആയിരിക്കും
ആ ചിത്രങ്ങളിലെ വർണ്ണങ്ങൾ മങ്ങി കറുപ്പായി മാറുക. ആ പയ്യൻ്റെ പ്രേമം കണ്ട് എൻ്റെ മകൾ നിലമറക്കണ്ട. പണത്തിൻ്റെ മുകളിൽ ജീവിക്കുന്നവർക്കൊക്കെ ജീവിതത്തിൻ്റെ വില എന്താണെന്ന് അറിയുമോ? എല്ലാം ഒരു കളിതമാശയായിരിക്കും. തിരിച്ചൊന്നും പറയാതെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനമെടുത്ത് അഞ്ജലി ക്ഷമയോടെ അമ്മ പറയുന്നത് എല്ലാം കേട്ടു നിന്നു. ഈ ഭാഗം നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു. സായിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള അഞ്ജലിയുടെ അമ്മയുടെ ആ ഭയം അതില്ലാതാകുമോ? അതോ അമ്മ ഭയന്നതുപോലെ സംഭവിക്കുമോ? തുടർഭാഗത്തിനായി കാത്തിരിക്കുക.